Hello my dear friends, welcome back to my channel. Let's make food simple. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഓളും കൊടുത്തേക്കണം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോണത് ഗോതമ്പ് നുറുക്ക് കൊണ്ടിട്ടുള്ള ഒരു ലഡുവാണ്. നമ്മുടെ കേരള ഗവൺമെൻറ് റേഷൻ കിറ്റിൻ്റെ അകത്ത് തരുന്ന ഗോതമ്പ് നുറുക്കില്ലേ, അത് വെച്ചിട്ട് എങ്ങനെയാണ് വീട്ടിൽ നമുക്ക് ലഡു തയ്യാറാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് വേഗം ഈ ലഡു എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് വിഭവത്തിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ലഡു ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ഞാൻ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഈ പാല് നമുക്കൊന്ന് വറ്റിച്ച് പകുതിയാക്കി എടുക്കണം. ഇത് ഞാൻ സാധാരണ നമ്മൾ വീട്ടിൽ പാക്കറ്റിലൊക്കെ കിട്ടുന്ന പാലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതൊന്ന് വറ്റാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇതുപോലെ തരികളുള്ള ഗോതമ്പ് നുറുക്കാണ്. നമുക്ക് പൊതുവേ 3 തരത്തിലുള്ള ഗോതമ്പ് നുറുക്ക് കിട്ടും. അതായത് നല്ല ഫൈനായിട്ടുള്ള ഗോതമ്പ് നുറുക്കൊക്കെ കിട്ടും, നമുക്ക് ഉപ്മാവിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയത്. പിന്നെ ഉള്ളത് കുറച്ചും കൂടി വലിയ തരി ഇതുപോലത്തെ ഉള്ളത്. പിന്നെ മൂന്നാമത്തേതുള്ളത് നമുക്ക് കഞ്ഞിയൊക്കെ വെക്കാൻ പറ്റിയ ഗോതമ്പ് നുറുക്കാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ലഡു തയ്യാറാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ഫൈനായിട്ട് കിട്ടുന്ന തരികളില്ലേ, അതും ഉപയോഗിക്കാം. ഇപ്പം ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് നുറുക്ക് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഗോതമ്പ് നുറുക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. അതായത് നമ്മളിത് വെറുതെ ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ പോവാ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അത് പൊയ്ക്കോളും. ഇപ്പോൾ നോക്കിക്കേ, നമ്മുടെ ഗോതമ്പ് നുറുക്ക് അല്ലെങ്കിൽ ബ്രോക്കൺ വീറ്റ് അത് നമ്മുടെ പാനിന്ന് വിട്ട് വരുന്ന പാകമായിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടായിട്ടുണ്ട്, വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് തൽക്കാലം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഈ ഗോതമ്പ് നുറുക്ക് ഫ്രൈ ആയതിനു ശേഷം നമ്മൾ ഉടനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റണം കേട്ടോ. കാരണം ചൂടായി കിടക്കുന്ന പാനിൽ അത് ഇരിക്കും തോറും പിന്നെ അത് മുരിഞ്ഞു കിട്ടും. അപ്പോൾ അത് നമുക്ക് വേണ്ട. അപ്പോൾ അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ സമയത്ത് നമ്മൾ നേരത്തെ വെച്ചേക്കുന്ന പാലാരും മറന്നു പോകല്ലേ. ഇപ്പം അത് വറ്റി പകുതിയായിട്ടുണ്ട്. ഇനി നമുക്കിത് തൽക്കാലം മാറ്റി വെക്കാം. ഇതാ നോക്കിക്കോളൂ, നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ് നുറുക്കില്ലേ, അതിപ്പോൾ ഒന്ന് തണിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയിൽ വെച്ച് ഒന്ന് പൊടിച്ചെടുക്കണം. പിന്നെ പൊടിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് തരികൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിക്കോട്ടെ. ഇതിപ്പോൾ ഞാൻ 2 ബാച്ചായിട്ടാണ് പൊടിച്ചെടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ആദ്യത്തെ ബാച്ച് ഞാൻ പൊടിച്ചെടുത്തതിന് ശേഷം കാണിച്ചു തരാം. ഇപ്പോൾ നോക്കിക്കോളൂ, ഞാൻ ഗോതമ്പ് നുറുക്ക് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇരിക്കണം. കണ്ടോ, നമുക്കിതൊന്ന് തൊടുമ്പോൾ അറിയാൻ പറ്റും അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ തരികളുണ്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ 2 ബാച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിത് തൽക്കാലം മാറ്റി വെക്കണം. ഇപ്പോൾ നോക്കിക്കോളൂ, ഞാനിവിടെ 1 കപ്പ് ചെറുവിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ആ തേങ്ങ നമുക്ക് പാനിലിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. ഇതിൻ്റെ ആ വെള്ളത്തിൻ്റെ ആ ഒരു അംശം ജസ്റ്റ് ഒന്ന് മാറിക്കിട്ടാനാണ് നമ്മളിത് ചെയ്യുന്നത്. ഇത് നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിം വരെ വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇത് ഹൈ ഫ്ലെയിമിലോട്ടൊന്നും വെച്ച് കൊടുക്കണ്ട കേട്ടോ, കാരണം ഇത് പെട്ടെന്ന് കളറ് മാറി ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ലോ ടു മീഡിയം ഫ്ലെയിം തന്നെ നമ്മൾ വെച്ച് കൊടുത്ത് ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശം ഒന്ന് മാറിക്കിട്ടട്ടെ. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നോക്കിക്കേ, നമ്മുടെ തേങ്ങയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ പാകം ഇങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഇട്ടേക്കുന്ന തേങ്ങ ഈ പാനിന്ന് വിട്ട് വരണം. അപ്പോൾ ഇത് മതി. നമുക്കിനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ തേങ്ങ ഒന്ന് ആയതിനു ശേഷം നമ്മൾ അപ്പോൾ തന്നെ നമ്മൾ പ്ലേറ്റിലോട്ട് മാറ്റിയേക്കണം. അല്ലെങ്കിൽ അത് ഇരിക്കും തോറും അത് മുരിഞ്ഞു കിട്ടാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അത് നമുക്ക് വേണ്ട. അടുത്തതായിട്ട് നമുക്കിവിടെ 3 ഏലക്കയാണ് വേണ്ടത്. ഈ ഏലക്ക നമുക്ക് തൊലി ഉൾപ്പെടെയും ചേർക്കാം, തൊലി ഇല്ലാതെയും ചേർക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം.
ഇപ്പോൾ തൽക്കാലം ഞാൻ ഈ ഏലക്ക ഈ തേങ്ങയുടെ കൂടെ ചേർത്ത് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാൻ പോവാം. ഒരുപാടൊന്നും അരിഞ്ഞു പോണ്ട. ഇപ്പോൾ നോക്കിക്കേ, ഞാനിവിടെ തേങ്ങയും ആ ഏലക്കയും കൂടി ചേർത്തത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് തൽക്കാലം മാറ്റി വെക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് 5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യിൻ്റെ അളവൊക്കെ നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇപ്പോൾ നോക്കിക്കോളൂ, ഞാനിവിടെ കുറച്ച് കിസ്മിസ്, കറുത്ത മുന്തിരി ഒക്കെ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നെയ്യിലൊന്ന് വറുത്തെടുത്തതിന് ശേഷം കോരിയെടുക്കാം. നമുക്ക് വേണമെങ്കിൽ നട്ട്സും ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ തൽക്കാലം ഇതാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതൊന്ന് വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഞാനിത് തൽക്കാലം ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇനി അതേ നെയ്യിലേക്ക് തന്നെ നമുക്ക് ആ പൊടിച്ച് വെച്ചേക്കുന്ന ഗോതമ്പ് നുറുക്ക് ഒന്ന് നെയ്യിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഞാൻ ചെറിയ തീയിലാണ് വെച്ചേക്കുന്നത്. ഒരു കാരണവശാലും ഹൈ ഫ്ലെയിമിലോട്ടൊന്ന് മാറ്റിയേക്കണ്ട. നമുക്ക് ലോ ഫ്ലെയിമും മീഡിയം ഫ്ലെയിമും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇതൊന്ന് വറുത്ത് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന വരെ റെഡിയാക്കി എടുക്കാം. ഇനി ഈ സമയത്ത് തന്നെ നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന 2 ടേബിൾ സ്പൂൺ റവയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് വറുത്ത് വന്നോട്ടെ. ഇപ്പോൾ നോക്കിക്കോളൂ, ഞാനിവിടെ ഒരു 8 മുതൽ 10 മിനിറ്റായി ഒന്ന് വഴറ്റാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നേരത്തെ പൊടിച്ച് വെച്ചേക്കുന്ന 1 കപ്പ് തേങ്ങയില്ലേ, മിക്സിയിലിട്ട് ഏലക്കൊക്കെ ചേർത്ത് പൊടിച്ച് വെച്ചേക്കുന്ന അത് ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതും ഇതിൻ്റെ അകത്ത് യോജിച്ച് വരട്ടെ. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് വെറുതെ ഞാൻ പഞ്ചസാര മിക്സിയിലിട്ട് പൊടിച്ച് വെച്ചേക്കുന്നതാണ്. അത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതും കൂടി നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി അടുത്തതായിട്ട് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന പാലും കൂടി ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്കാണ് ഞാൻ പാല് ചേർത്ത് കൊടുക്കുന്നത്. പാലൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നോക്കി ചേർത്ത് കൊടുക്കുക. നമ്മൾ എടുത്തു വെച്ചേക്കുന്ന പകുതി പാൽ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കണ്ട, കുറച്ച് കുറച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്യുക. പോരാന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്നും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നോക്കിക്കേ, ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഒരു പ്ലേറ്റിലേക്ക് തൽക്കാലം മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇളം ചൂടിൽ ഇതുപോലെ ഉരുട്ടിയെടുക്കുക. എന്നിട്ട് നടുക്കോട്ട് ഒരു ചെറിയ മുന്തിരി വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഉരുട്ടി ഇതുപോലെ തയ്യാറാക്കി എടുക്കണം. കണ്ടോ, ഇതുപോലെ ഞാൻ ബാക്കിയുള്ളതും തയ്യാറാക്കി കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടോ, ഞാൻ നമ്മുടെ ലഡ്ഡു എല്ലാം തയ്യാറാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി വെക്കാം. ഈ ഒരു അളവിൽ ഞാൻ തയ്യാറാക്കിയപ്പോൾ എനിക്ക് ഏകദേശം ഒരു 15 ലഡ്ഡു കിട്ടിയായിരുന്നു. എന്തായാലും ഇപ്പം നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായില്ലേ എങ്ങനെയാണ് നമുക്ക് ഗോതമ്പ് നുറുക്ക് കൊണ്ട് അടിപൊളിയായിട്ടുള്ള ലഡ്ഡു ഒക്കെ തയ്യാറാക്കാമെന്ന്. എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് ഏകദേശം നമ്മുടെ അരിയുണ്ടയുടെ ഒക്കെ ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഇത് നല്ല സോഫ്റ്റ് ആട്ടോ കഴിക്കാൻ. ഇത് ഒരുപാട് അങ്ങോട്ട് കല്ല് പോലെ ഹാർഡൊന്നുമല്ല. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നമ്മുടെ റേഷനിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് നുറുക്ക് വെച്ച് ഇങ്ങനെ നമുക്ക് ലഡ്ഡു ഉണ്ടാക്കാമെന്ന്. തീർച്ചയായിട്ടും ട്രൈ ചെയ്യൂ. എന്നിട്ട് ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യൂ. അപ്പോൾ അടുത്തൊരു വിഭവമായി ഞാൻ വരുന്നവരെ സൈൻ ഓഫ് ഫ്രം സ്വപ്ന.